വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലോസ്ലെസ് മീഡിയം അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡൈഇലക്ട്രിക്കിൽ കൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൊല്യൂഷനും പ്രോപ്പർട്ടീസുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു ലോസ്ലെസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡൈഇലക്ട്രിക് മീഡിയം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തെടുത്ത റിലേഷൻസ് ആണ്. ദെൻ ഈ വേവ് ഇക്വേഷൻസിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസർ നൊട്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഫേസർ നൊട്ടേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോ ലെക്ചറുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ ഫേസർ നൊട്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. അതായത് ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജെ ഒമേഗ ഇൻറ്റു ജെ ഒമേഗ മ്യൂ എപ്സിലോൺ ഇ എന്ന് മാറും. അതായത് ജെ ഇൻറ്റു ജെ, അതായത് ജെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 വരും. സോ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഇ എന്ന് വരും. ഓക്കെ, ദെൻ നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 1. സിമിലർലി അപ്ലൈ ദ സെയിം കണ്ടീഷൻ, അപ്ലൈ ദ ഫേസർ നൊട്ടേഷൻ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആൾസോ. ദെൻ വേവ് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ എച്ച് എന്ന് വരും. ദെൻ നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 2. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസുമാണ് പെർഫെക്റ്റ് ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ ഹെൽമോൾട്സ് വെക്ടർ വേവ് ഇക്വേഷൻസ് എന്നുള്ളതുകൊണ്ട് ഇക്വേഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഒരു പെർഫെക്റ്റ് ഡൈഇലക്ട്രിക് ആണ്, അതായത് ലോസ്ലെസ് മീഡിയമാണ്. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രോപ്പർട്ടീസാണ് ഈ പറയുന്നത്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന് പറയുന്നതും 0 ആയിരിക്കും. ദെൻ മ്യൂ എന്ന് പറയുന്നത്, പെർമെബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? μ0 ഇൻറ്റു μr ആയിരിക്കും. μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമെബിലിറ്റിയാണ്. ഇനി പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഗാമ കൺസിഡർ ചെയ്യുക. ഗാമ എന്ന് പറയുന്നത് എന്താ? ഒരു കോംപ്ലെക്സ് ക്വാണ്ടിറ്റിയാണ് വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് പറയുന്ന ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബീറ്റയുടെ എക്സ്പ്രഷൻ ഇതാണ്, ആൽഫയുടെ എക്സ്പ്രഷൻ ഇതാണ്. സോ നമുക്കറിയാം ഇവിടെ എന്താ? സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നറിയാം. സോ ആൽഫയിലും ബീറ്റയിലും നമ്മൾ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ അതിൽ മെയിനായിട്ട് നമ്മൾ സിഗ്മയാണ് അപ്ലൈ ചെയ്യുന്നത്, വാല്യൂ നോക്കുന്നത് സിഗ്മയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആൽഫയുടെ റിലേഷൻ എന്താ? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ -1 എന്ന് പറയുന്നതാണ് റിലേഷൻ. ഓക്കെ, സോ ഇവിടെ സിഗ്മ എന്ന് പറയുന്ന ടേം 0 ആയി. സിഗ്മ 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഒരു ഫുൾ ടേം എന്ന് പറയുന്നത് 0 ആയി. സോ റൂട്ട് ഓഫ് 1 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ടേം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. 0 ഇൻറ്റു എനി ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അറ്റനേഷൻ കോൺസ്റ്റൻറ്റ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദെൻ 0 അറ്റനേഷൻ എന്നാണ് നമ്മൾ പറയുക. ഇനി എക്സിസ്റ്റ് ചെയ്യുന്നത് ജെ ബീറ്റ എന്ന് പറയുന്ന, അതായത് ആൽഫയുടെ ടേം 0 ആയി. ഇനി എക്സിസ്റ്റ് ചെയ്യുന്നത് ജെ ബീറ്റ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, ബീറ്റയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ സ്ക്വയർ +1 ആണ്. ഓക്കെ, സോ സിഗ്മയുടെ വാല്യൂ എഗെയിൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. സോ എന്ത് വരും? √1 + 1, അതായത് 2 വരും. സോ ഫൈനലി എക്സ്പ്രഷൻ എന്ത് സംഭവിക്കും? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2. സോ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫൈനലി ബീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി? ബീറ്റ = ഒമേഗ റൂട്ട് മ്യൂ എപ്സിലോൺ എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്കറിയാം ഗാമ എന്ന് പറയുന്നത് എന്താ? ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ജെ ഒമേഗ റൂട്ട് മ്യൂ എപ്സിലോൺ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻ 1 and 2 നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു കണ്ടീഷൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒമേഗ റൂട്ട് മ്യൂ എപ്സിലോൺ ആണ്. ഓക്കെ, ഇക്വേഷൻ 1 കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുന്നത്? മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഇൻറ്റു ഇ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ടേമിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും? ബീറ്റ എന്ന് പറയുന്ന ടേമിനെ എങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും? ഈ ടേംസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് മാറും? ഇത് ഒമേഗ ഇൻറ്റു റൂട്ട് മ്യൂ ആണ്. സോ ഇത് ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, സോ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഫുൾ ടേമിനെ എനിക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ബീറ്റ സ്ക്വയർ എന്ന് പറയുന്ന ടേം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ബീറ്റ സ്ക്വയർ ഇ എന്ന് മാറും. അതേപോലെ ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ സ്ക്വയർ എച്ച് എന്ന് മാറും. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ
ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ പറയുന്നത്. Ex(z)=(C1 × e⁻⁻z+C2 × e⁻⁻z). ഓക്കെ, ഇവിടെ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് ജെ ബീറ്റയാണ്, കാരണം ആൽഫയുടെ വാല്യൂ 0 ആണ്. ദെൻ C1 C2 കോംപ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. -Γz എന്ന് പറയുന്നത് വേവ് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലും, പ്ലസ് സെഡ് എന്ന് പറയുന്നത് വേവ് ട്രാവൽ ചെയ്യുന്നത് നെഗറ്റീവ് സെഡ് ഡയറക്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ C1 എന്ന് പറയുന്നത് E0 ആണ്, C2 എന്ന് പറയുന്നത് E0' ആണ്. ഓക്കെ, സോ Ex(z) എന്ന് പറയുന്നതാണ് ഈ റിലേഷൻ. ഇവിടെ നമ്മൾ ഗാമയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് Γz എന്ന് പറയുന്നത് -jβz എന്നും jβz എന്നും നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇനി ഇതിലേക്ക് നമ്മൾ ഫേസർ നൊട്ടേഷൻ അല്ലെങ്കിൽ ടൈം വേരിയിങ്ങിലേക്ക് കൺസെപ്റ്റിലേക്ക് ഇത് മാറ്റുന്ന സമയത്ത് എക്സ്പ്രഷൻ എങ്ങനെ മാറും? സ്പേസ് വേരിയേഷനും കാണിക്കണം, അതുപോലെ തന്നെ ഇവിടെ ടൈം വേരിയേഷനും കാണിക്കണം. ഓക്കെ, സോ രണ്ടും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് Ex(z) × e⁻jωt എലോങ് എക്സ് ഡയറക്ഷൻ ആയത് കാരണം യൂണിറ്റ് വെക്ടർ Axഉം കാണിച്ചു. ഓക്കെ, സോ Ex(z)ൻ്റെ എക്സ്പ്രഷൻ അറിയാം, അത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം e⁻jωt കൊണ്ട് നമ്മൾ ഈ രണ്ട് റിലേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്ത് e⁻ ടൈമിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലും നെഗറ്റീവ് സെഡ് ഡയറക്ഷനിലും വേവ് ട്രാവൽ ചെയ്യുന്ന റിലേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് പറയാം വേവ് ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ E0ൻ്റെ വാല്യൂം E0' വാല്യൂം, അതായത് ആംപ്ലിറ്റ്യൂഡുകൾ രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും. ഓക്കെ, സ്റ്റാൻഡിങ് വേവ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് 4th മൊഡ്യൂൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള വേവ്, അതിന് മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് കിടക്കുന്ന ഒരു വേവ് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാരാമീറ്റർ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് v=ω/β ആണ് ഫേസ് വെലോസിറ്റി. ഓക്കെ, ദെൻ ബീറ്റയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ω × √μ∈ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ω ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനലി എന്ത് കിട്ടും? v=1/√μ∈ എന്ന് കിട്ടും. ദെൻ പിന്നെ പറയുന്നത് ഇൻട്രൻസിക് ഇമ്പിഡൻസ് ആണ്. സോ ഇൻട്രൻസിക് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്കറിയാം Ex/Hy ആണെന്ന് അറിയാം. സോ ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു റിലേഷൻ ഉണ്ട്, ലോസി ഡൈഇലക്ട്രിക്കിൻ്റെ കേസ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സിഗ്മയുടെ വാല്യൂ 0 ആയിട്ട് പോവും. പിന്നെ ഇവിടെ രണ്ടും തമ്മിൽ jωയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് μ/ε ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി ഈ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കും കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് പറയാൻ പോകുന്നത്, കണ്ടക്ടേഴ്സ് ആൻഡ് ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന പോർഷൻ. ഇതിൽ 2 ഡെറിവേഷൻസ് ആണുള്ളത്. അതിലെ സെക്കൻഡ് ഡെറിവേഷൻ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിലെ സ്കിൻ ഡെപ്ത് എന്ന് പറയുന്ന പോർഷൻ എല്ലാ എക്സാമിനും എന്നുള്ള പോലെ, അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, എല്ലാ എക്സാമിനും അത് ചോദിക്കുന്നുണ്ട്. സോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കണ്ടക്ടേഴ്സ് എന്നും ഡൈഇലക്ട്രിക് എന്നും പറഞ്ഞിട്ട്. അതിനെ ആ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു മാക്സ്വെൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ∇×H J+∂/∂T എന്ന് പറയുന്ന ഈ ഒരു മാക്സ്വെൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ജെ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? സിഗ്മ × E എന്നും, ഇനി ∂/∂T എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? jω × അതായത് ഫേസർ നൊട്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ jω × ε എന്നും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ 2 ടേംസും തമ്മിലുള്ള റേഷ്യോനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഫസ്റ്റ് ടേമിനെ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി എന്നും സെക്കൻഡ് ടേമിനെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്നും നമുക്ക് പറയാം. ഓക്കെ, സോ JC ആൻഡ് JD എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ രണ്ടിനെ മാർക്ക് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ JC/JD എന്ന് പറയുന്ന റേഷ്യോനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും, സിഗ്മ E / ω∈E എന്ന് വരും. ഓക്കെ, സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? സിഗ്മ / ω∈ എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂയിലുള്ള വേരിയേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടക്ടർ ആണോ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ആണോ എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് വെരി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഗുഡ് കണ്ടക്ടർ ആയിരിക്കും.
വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ ദിസ് വിൽ ബി എ ഗുഡ് ഡൈഇലക്ട്രിക്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഗുഡ് ഡൈഇലക്ട്രിക്, അതായത് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ വെരി വെരി ലെസ് ദാൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഗുഡ് ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം. ഒരു കണ്ടീഷൻ ഓർത്തിരിക്കണം, സിഗ്മ ബൈ ഒമേഗ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഓൾവേസ് വെരി വെരി ലെസ് ദാൻ 1 ആണ്. ഇവിടെ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഇതിനെ മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 1 + x⁻n എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ലോസി ഡൈഇലക്ട്രിക് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് ജെ ഒമേഗ ഇൻറ്റു മ്യൂ ആണ്. ഓക്കെ, വിച്ച് ഇസ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണ്. നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 1. ദെൻ ഇവിടെ നമ്മൾ ജെ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗാമ സ്ക്വയറിനെ എനിക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് പിന്നെ എന്താ ഉണ്ടാവുള്ളൂ, 1 + സിഗ്മ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ എപ്സിലോൺ ആണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ 1/j എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ എഴുതാം, -j എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എക്സ്പ്രഷൻ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ദെൻ ഇത് ഗാമ സ്ക്വയറിൻ്റെ ടേമാണ്. ഇവിടെ ജെ ഒമേഗയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എങ്ങനെ മാറും, ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ എന്ന് വരും. സോ ഇത് ഗാമ സ്ക്വയർ ആണ്. ഈ ഗാമ സ്ക്വയറിനെ ഗാമേൻ്റെ ടേമിലേക്ക് എഴുതുമ്പോൾ നമുക്ക് √J² ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഇൻറ്റു 1 - j ഒമേഗ ബൈ ജെ സിഗ്മ ഡിവൈഡഡ് ബൈ മ്യൂ ഒമേഗ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ജെ ഒമേഗ കോമൺ ആയിട്ട് അല്ലെങ്കിൽ J² ഒമേഗ സ്ക്വയർ എന്നുള്ളത് റൂട്ടിൻ്റെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ജെ ഒമേഗ ഇൻറ്റു √μ എപ്സിലോൺ ഇൻറ്റു 1 - j സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ പോസിറ്റീവ് റൂട്ട്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഫൈനലി ഗാമയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം √x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, x⁻1/2 ആണ്. സോ എനിക്ക് എന്താ എഴുതാം, ഈ ഒരു ടേമിനെ, അതായത് √1 - j സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന ടേമിനെ raised to 1/2 ഫോർമാറ്റിലേക്ക് എഴുതാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേമിന് ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുത്തിട്ട് ബീറ്റയുടെയും ആൽഫയുടെയും വാല്യൂസ് അതിനെ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ആ ടേമിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുകയാണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1/2 ആണ്. ഓക്കെ, സോ ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. നമ്മുടെ ടേം എന്ന് പറയുന്നത്, സീരീസ് എന്ന് പറയുന്നത് 1 - j സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ എപ്സിലോൺ raised to 1/2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഉള്ള വേർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സ്പാൻഡ് ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഹാർമോണിക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ടേംസ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഗാമ എന്ന് പറയുന്നത് എന്താ, ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. അതായത് ഒരു ഇമാജിനറി ടേമും ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിയൽ ടേമും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആൽഫയുടെ കേസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ റിയൽ ടേം വരുന്ന ടേം നോക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് j × j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ -1 ആണ്. ഇമാജിനറി ടേം അവിടെ നമുക്ക് മിസ്സാവുകയാണ്. ഇമാജിനറി ആയിട്ടുള്ള ഒരു ടേം അവിടെ നമുക്ക് മിസ്സാവും. സോ നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, j ഒമേഗ √μ ഇൻറ്റു 1 - 1/2 j സിഗ്മ ഡിവൈഡഡ് ബൈ ഒമേഗ എപ്സിലോൺ. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൽഫയുടെ വാല്യൂ √μ ബൈ എപ്സിലോൺ ഇൻറ്റു സിഗ്മ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ബീറ്റയുടെ വാല്യൂ എങ്ങനെ വരും, √J ഒമേഗ ഇൻറ്റു √μ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി പാരാമീറ്റേഴ്സ് ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. ഫസ്റ്റ് കേസ് പറയുന്നത് ഫേസ് വെലോസിറ്റിയാണ്. ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ ബീറ്റയാണ്. സോ ഈ ഒമേഗ ബൈ ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം. ബീറ്റയുടെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഫേസ് വെലോസിറ്റി കിട്ടും. ദെൻ പിന്നെ പറയുന്നത് ഇൻട്രൻസിക് ഇമ്പിഡൻസ് ആണ്. നമ്മൾ ലോസി ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ റിലേഷൻ എടുക്കാം. സോ ഓക്കെ, ഈ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈറ്റ √J ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പ്ലസ് J ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ J ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന ടേമിനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം. ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും, ഇങ്ങനെ മാറും. ഓക്കെ,
റൂട്ട് മ്യൂ ബൈ എപ്സിലോൺ 1 പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ എപ്സിലോൺ റേസ് ടു 1/2 നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ഇൻട്രൻസിക് ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വൽ ഇൻട്രൻസിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മ്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണ്. ഈ അഡീഷണൽ ടേം എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻട്രൻസിക് ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്മോളർ വാല്യൂ ആണെന്നാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴും എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഈ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് വേവ് പ്രൊപ്പഗേഷൻ ഇൻ ഗുഡ് കണ്ടക്ടർ എന്ന് പറയുന്ന കേസാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഈ വേവ് പ്രൊപ്പഗേഷൻ പറയുന്ന സമയത്ത് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ ഓൾവേസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1. ആ ഒരു കണ്ടീഷൻ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, നമുക്കറിയാം ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണ്. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ എന്ന് വരും. ഓക്കെ, സോ ജെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ -1 ആണ്. സോ റിലേഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും ജെ ഒമേഗ മ്യൂ സിഗ്മ എന്ന് പറയുന്ന ടേമിനെ, അതായത് ഈ ഒരു ടേമിനെ കോമൺ ആയിട്ട് നമ്മൾ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ജെ ഒമേഗ മ്യൂ സിഗ്മ ഇൻറ്റു 1 മൈനസ് ഒമേഗ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ജെ സിഗ്മ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ മാറും. ഓക്കെ, ദെൻ നമുക്കറിയാം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടി, ഒമേഗ എപ്സിലോൺ ഡിവൈഡഡ് ബൈ സിഗ്മ. നമുക്കറിയാം ഫോർ എ ഗുഡ് കണ്ടക്ടർ സിഗ്മ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ഒമേഗ എപ്സിലോൺ. ഓക്കെ, സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആണ് ഒമേഗ എപ്സിലോണിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ഒരു ചെറിയ വാല്യൂവിനെ വലിയ വാല്യൂ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ഒരു ചെറിയ വാല്യൂ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ടേമിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ വാല്യൂവിനെ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. സോ ഗാമ സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ജെ ഒമേഗ മ്യൂ സിഗ്മ ഇൻറ്റു 1 എന്ന് വരും. ദെൻ സോ ഇത് ഗാമ സ്ക്വയറിൻ്റെ ടേമാണ്. സോ ഗാമ is equal to root of ജെ ഒമേഗ മ്യൂ സിഗ്മ എന്ന് വരും. നെയിം ദിസ് എക്സ്പ്രഷൻ ആസ് 1. ഓക്കെ, ദെൻ റൂട്ട് ജെനെ എനിക്ക് എങ്ങനെ എഴുതാം? ജെ റേസ് ടു, അതായത് റൂട്ട് ജെനെ എനിക്ക് എങ്ങനെ എഴുതാം? ജെ റേസ് ടു 1/2 എന്ന് എഴുതാം. ഓക്കെ, ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അല്ലെങ്കിൽ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു π/2 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ജെ റേസ് ടു 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഇ റേസ് ടു ജെ π/2 ഇൻറ്റു 1/2 എന്ന് വരും. ഓക്കെ, സോ ഫൈനലി എന്ത് കിട്ടും? റൂട്ട് ജെനെ എങ്ങനെ മാറ്റി എഴുതാം? ഇ റേസ് ടു ജെ π/4 എന്ന് വരും. സോ ഫൈനലി ഗാമയുടെ വാല്യൂ എങ്ങനെ മാറും? ഇ റേസ് ടു ജെ π/4 ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ സിഗ്മ എന്ന് വന്നു. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് ആൽഫ ആൻഡ് ജെ ബീറ്റ ടേംസിൽ എഴുതാൻ പോവാണ്. ഓക്കെ, സോ ഇതാണ് എക്സ്പ്രഷൻ. നമുക്കറിയാം ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ. സോ ഈ ഒരു ഫോർമാറ്റ്, അതായത് ഇ റേസ് ടു ജെ π/4 എന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത് ഇവിടെ π/4 ആണ്. അതിന് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. കോസ് π/4 പ്ലസ് ജെ സൈൻ π/4 ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ മ്യൂ സിഗ്മ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ മാറും. ഓക്കെ, ദെൻ കോസ് π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 1/√2 ആണ്. സൈൻ π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 1/√2 ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഫൈനൽ എക്സ്പ്രഷൻ എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഒമേഗ മ്യൂ സിഗ്മ ഇൻറ്റു 1/√2 ദെൻ 1/√2 പ്ലസ് ജെ ഇൻറ്റു ഒമേഗ മ്യൂ സിഗ്മ ഇൻറ്റു 1/√2 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മളിവിടെ ആൽഫയുടെയും ബീറ്റയുടെ, അതായത് ഇമാജിനറി ആൻഡ് റിയൽ പാർട്സ് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആൽഫ ഈക്വൽ ടു ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും, ബീറ്റ ഈക്വൽ ടു ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഗുഡ് കണ്ടക്ടറിൻ്റെ കേസിൽ അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ് ആൽഫയും അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റ് ബീറ്റ എന്തായിരിക്കും? സെയിം റിലേഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അത് ഒരു സെയിം വാല്യൂ ആയിരിക്കും കിട്ടുക. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഫേസ് വെലോസിറ്റി ഡിറൈവ് ചെയ്യാൻ പോവാണ്. സോ ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒമേഗ ബൈ ബീറ്റയാണ്. ബീറ്റയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. വി ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ വളരെ ഒരു സ്മോളർ വാല്യൂ ആണ് ഗുഡ് കണ്ടക്ടറിൻ്റെ കേസിൽ. ഇനി പറയാൻ പോകുന്നത് ഇൻട്രൻസിക് ഇമ്പിഡൻസ് ആണ്. ഇൻട്രൻസിക് ഇമ്പിഡൻസ് നമ്മൾ പറയുന്നത് ഒരു ലോസി ഡൈലക്ട്രിക് മീഡിയം കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്.
സിഗ്മ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ഒമേഗ എപ്സിലോൺ എന്നാണ്. ഓക്കെ, സോ ഇവിടെ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹയർ വാല്യൂ ആണ്. സോ നമ്മൾ ഈ ഒരു ടേം ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ആ ടേമിനെ അവിടെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എക്സ്പ്രഷൻ എന്തായി മാറും? റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് വരും. റൂട്ട് ജെ എന്ന് പറയുന്നത് എന്താ? e⁻j⁴ ആണ്. സോ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ഇൻട്രൻസിക് ഇമ്പിഡൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ e⁻j⁴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയാണ് സ്കിൻ ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗുഡ് കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് e⁻⁻7 അല്ലെങ്കിൽ 37% ആവുന്ന സമയത്ത് ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്കിൻ ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് പെനട്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത് നമുക്ക് ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം ടൈം ആൻഡ് സ്പേസ് റെപ്രസെൻറ്റേഷനിൽ Ex(z), എന്ന് പറയുന്നത് എന്താ? E0 e⁻⁻⁴z ഇൻറ്റു റിയൽ ഓഫ് ദിസ് ടേം. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇവിടെ E0 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം ഇൻട്രൻസിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി E0 ഡിവൈഡഡ് ബൈ H0 ആണ്. ദെൻ ഇവിടെ ഗുഡ് കണ്ടക്ടറിൻ്റെ കേസിൽ ഇൻട്രൻസിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. സോ എനിക്ക് എങ്ങനെ എഴുതാം? H0 എന്ന് പറയുന്നത് E0 ഡിവൈഡഡ് ബൈ η ഇൻറ്റു e⁻j⁴ എന്ന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ e⁻j⁻4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ദെൻ e⁻j⁻4നെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ e⁻−j⁻4 ആയിരിക്കും. ദെൻ നമുക്കറിയാം e⁻j⁻θ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos θ മൈനസ് j sin θ ആണ്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ ഇമാജിനറി ടേം കൺസിഡർ ചെയ്യുന്നില്ല, റിയൽ ടേം മാത്രമാണ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ e⁻−αz എന്ന് പറയുന്നത് ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ അറ്റുനേഷൻ റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ വേവ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്താൽ മനസ്സിലാവും. ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വേവ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള E0യിൽ നിന്നും ഒരു 37 ഡിഗ്രിയിൽ ഇതിനെന്ത് വരുന്നുണ്ട്? ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് സിഗ്നൽ അവിടെ ലോസ് ആയിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രാവൽ ചെയ്യുന്ന ആ ഒരു സിഗ്നലിൽ ആംപ്ലിറ്റ്യൂഡിൽ വേരിയേഷൻ വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെൽറ്റ അല്ലെങ്കിൽ സ്കിൻ ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് പെനട്രേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് e⁻−1 എന്നാണ് പറയുക. സോ നമുക്ക് എങ്ങനെ പറയാം? E0 ഇൻറ്റു e⁻⁴ ഡെൽറ്റ ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു e⁻−1. ഓക്കെ, സോ ആൽഫ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/α. അതായത് സ്കിൻ ഡെപ്തിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അറ്റനേഷനും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു ഗുഡ് കണ്ടക്ടറിൻ്റെ കേസിൽ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ നമ്മളിവിടെ ആൽഫയുടെ വാല്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/α ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഒമേഗയുടെ വാല്യൂ 2πf ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2πf ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2πf ഇൻറ്റു mu sigma divided by 2. So 2 will get cancelled. So final expression എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് πf mu സിഗ്മ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ സ്കിൻ ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ദെൻ ഇതിൻ്റെ ഒരു ഫിനോമിൻ കാരണം പെട്ടെന്ന് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ റിഡക്ഷൻ വരുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് RS സ്കിൻ റെസിസ്റ്റൻസ് എന്ന് പറയുക. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എക്സാമിന് ഈ ഒരു പോർഷൻ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്ന് പ്രോബ്ലമെങ്കിലും ചോദിക്കാറുള്ളതാണ്. സോ നിങ്ങളൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതോടുകൂടെ നമ്മുടെ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയി.